ഞാൻ ഡൽഹിയിൽ വന്നിട്ട് 7-8 വർഷം കഴിഞ്ഞു. ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷമാണ് വരുന്നത്. പലതവണ ഡൽഹിയിൽ വന്നിട്ടുണ്ടെങ്കിലും ഇത്രയേറെ സംതൃപ്തിയോടുകൂടി മടങ്ങുന്നത് ഒരു പക്ഷേ ആദ്യമായിരിക്കും. കാരണം ഒന്നാം തരം ഒരു മീറ്റിംഗാണ് ഇവിടെ നടന്നത്. കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തനങ്ങളെ ഊർജിതപ്പെടുത്തുന്നതിന് കോൺഗ്രസ് പ്രവർത്തനങ്ങളുമായി വന്നിട്ടുള്ള അനാവശ്യമായ വാർത്തകളൊക്കെ ഒഴിവാക്കുന്നതിന് അടിമുടി ഐക്യത്തിൻ്റെ സന്ദേശവും ഊർജവും പകർന്നുകൊണ്ടുള്ള ഹൈക്കമാൻഡിൻ്റെ ആ ഒരു ഇടപെടൽ വളരെ ഫലപ്രദമായിരുന്നു, വളരെ ഭംഗിയായിരുന്നു. ഈ മീറ്റിങ്ങിൽ കണ്ടൊരു വലിയൊരു പ്രത്യേകത, ഒരാളുടെ ഭാഗത്തുനിന്ന് പോലും നെഗറ്റീവായിട്ടുള്ള ഒരു സമീപനം ഉണ്ടായില്ല. പങ്കെടുത്തവരുടെ ഭാഗത്തൊന്നുമില്ല, നേതാക്കളുടെ ഭാഗത്തൊന്നുമില്ല. അപ്പോൾ വളരെ ക്രിയാത്മകമായി ഒരൊറ്റ ലക്ഷ്യം, ഐക്യത്തോടെ മുന്നോട്ട് പോകുക, സംഘടനാ സംവിധാനത്തെ ശക്തിപ്പെടുത്തുക, വരുന്ന ലോക്കൽ ബോഡി തിരഞ്ഞെടുപ്പ് വൻ വിജയമാക്കുക, തുടർന്ന് വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരിക, അതിനുവേണ്ടിയുള്ള വളരെ അർപ്പണബോധത്തോടുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. അതിൻ്റേതായ ഗുണഫലങ്ങൾ ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ ഒറ്റപ്പെട്ട പല നെഗറ്റീവ് വാർത്തകൾ വന്നിട്ടുണ്ടെങ്കിലും അതിലൊന്നും ഒരു അടിസ്ഥാനമില്ല. എല്ലാം വളരെ വ്യക്തമാണ്, ക്ലിയറാണ്. സത്യം പറഞ്ഞാൽ സുതാര്യം എന്ന് തന്നെ നമുക്ക് അക്ഷരാർത്ഥത്തിൽ വിശേഷിപ്പിക്കാം. അതുകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടി ഇടവേളയ്ക്ക് ശേഷം വന്നു, യോഗത്തിൽ പങ്കെടുത്തു. പഴയ ഒരുപാട് നേതാക്കളെയും സഹപ്രവർത്തകരെയും നേരിട്ട് കാണാൻ സാധിച്ചു. യോഗത്തിൽ വെച്ച് AICC ഓഫീസിൽ വെച്ച് കാണാൻ സാധിച്ചു. AICCയുടെ പുതിയ ബിൽഡിംഗ് അത് കാണാൻ സാധിച്ചു. സ്വന്തമായൊരു ബിൽഡിംഗ് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി വന്നിരിക്കുന്നു. അത് മനോഹരമായി എല്ലാ സൗകര്യങ്ങളോടും കൂടി ഒരു ബിൽഡിംഗ് വന്നിരിക്കുന്നു. അതുകൊണ്ട് പൂർണ്ണ തൃപ്തിയോടെ, പൂർണ്ണ മനസ്സോടെ പോകുന്നു. ഞങ്ങളുടെ പല സുഹൃത്തുക്കളും പോയി. ഇപ്പോൾ അവസാനം ഇവിടെ നിൽക്കുന്നത് ഞാനും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് മുൻ KPCC പ്രസിഡന്റ് കൂടിയായിട്ടുള്ള UDF കൺവീനർ MM അസലുമാണ്. അപ്പം ഞങ്ങൾ രണ്ടുപേരും ഇപ്പോൾ ഞങ്ങളെ കാത്തിരിക്കുന്നു എന്ന് മനസ്സിലായി. അതുകൊണ്ട് ഞങ്ങൾക്ക് തരാനുള്ളത് കേരളത്തിലെ കോൺഗ്രസിൻ്റെ മുന്നോട്ടുള്ളൊരു കുതിച്ചുചാട്ടത്തിന് കളമൊരുക്കിയ യോഗമാണ് കഴിഞ്ഞത്. ഈ ജില്ലാ പ്രസിഡന്റുമാരിലൊക്കെ മാറ്റം വേണ്ടതുണ്ടോ? കാരണം ഇതിൻ്റെ ആവശ്യമായ എല്ലാ കാര്യങ്ങളും ആലോചിച്ച് മുന്നോട്ട് പോയും കൂട്ടായ ചർച്ചയിലൂടെ ഏത് തീരുമാനം വേണമെങ്കിലും എടുക്കാൻ ഉള്ള സ്വാതന്ത്ര്യം പാർട്ടി നേതൃത്വത്തിലുണ്ട്. നേതൃത്വം അത് സംയോജിതമായി ആലോചിക്കും, കൂട്ടായി ചർച്ച ചെയ്യും. അതിനുശേഷം വേണ്ട സമയത്ത് ആവശ്യമെങ്കിൽ ഉചിതമായ തീരുമാനങ്ങൾ. കൂട്ടായ ചർച്ചയുടെ പുനഃസംഘടനയാവാം. അല്ല, പുനഃസംഘടന എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് ഏത് കാര്യവും, മേലോട്ടുള്ള ഏത് കാര്യവും, മുന്നോട്ടുള്ള തെരഞ്ഞെടുപ്പ് വിജയത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഏത് കാര്യമാണെങ്കിലും, പാർട്ടിയെ ശക്തിപ്പെടുത്തുന്ന കാര്യമാണെങ്കിലും കൂട്ടായ ചർച്ചയിലൂടെ മുന്നോട്ട് പോകും. ആ രീതിയിൽ നല്ലൊരു നീക്കമാണ് ഉണ്ടായിട്ടുള്ളത്.